ഇത് നമ്മുടെ ഗാർഡൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഇന്നൊരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. അത് കാണിക്കാനാണ് ഞാൻ പോകുന്നത്. നമ്മുടെ ഗാർഡൻ്റെ പല സ്ഥലത്തായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുരുവികൾ വന്ന് കൂട് വെക്കാറുണ്ട്. നമ്മുടെ ബുൾബുളൊക്കെ വന്ന് കൂട് വെക്കുകയും കുഞ്ഞുങ്ങളായതിനു ശേഷം പറന്നു പോവുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊരു കുഞ്ഞു ചുണ്ടിന് നീളമുള്ള ഒരു ടൈപ്പ് കുഞ്ഞു കുരുവിയാണിത്. ഇവർ കുറച്ച് നാളും കൊണ്ടേ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ഇന്നാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ലേഡി ഷൂവിൻ്റെ നമ്മുടെ പ്ലാന്റ് ആണെങ്കിൽ ക്ലൈമ്പിംഗ് പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ച് അതിൻ്റെ കമ്പിയിലോട്ട് കയറ്റി വിടാനായിട്ട് കയറിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. എന്തൊരു ഭംഗിയാണോ നോക്കിയേ. നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ വന്ന് കുഞ്ഞു അതിഥികൾ വന്ന് കൂട് വെക്കുകയും അതിൽ കുഞ്ഞുങ്ങളൊക്കെ വിരിച്ച് പറന്നു പോവുകയൊക്കെ ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയാണല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീൻ നെറ്റിൻ്റെ അടുത്തൊക്കെ കൂട് വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ വന്ന് നോക്കാറുണ്ട് ആ കൂട് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇതാണ് ഈ കുഞ്ഞു കിളിയുടെ അമ്മ കേട്ടോ. ഇതിൻ്റെ അച്ഛനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ ആ കുഞ്ഞു കുരുവിയുടെ അച്ഛൻ. എന്തൊരു ഭംഗിയാണ് നോക്കി. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നോക്കി. ബ്ലാക്കും അതുപോലെ തന്നെ മെറ്റാലിക് ബ്ലൂ ഒക്കെ ചേർന്ന ഒരു പീകോക്ക് മെറ്റാലിക് ബ്ലൂവിൻ്റെ ആ ഒരു കളർ അല്ലേ. നല്ല രസമാണ് ഇവയെ കാണാനായിട്ട്. ഇവിടെ എപ്പോഴും ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നതാണ്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതുപോലെ മാവിനകത്ത് ബുൾബുൾ വന്ന് കൂട് വെച്ചിട്ടുള്ള കൂടാണ്. പക്ഷേ ഈ കൂട്ടിൽ കുഞ്ഞുങ്ങളൊന്നും വിരിഞ്ഞില്ല കേട്ടോ. അവർ മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ആണെങ്കിൽ അവർ സ്ഥിരമായിട്ട് വന്ന് പോകുന്നത് കാണുമ്പോൾ ഉപ്പനും അതുപോലെ തന്നെ ഒരു മഞ്ഞക്കിളി ഉണ്ടല്ലോ, അതും വന്ന് ഇവരെ ശല്യം ചെയ്യുകയും അതിനകത്തുനിന്ന് മുട്ടയൊക്കെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ മാവിൽ അവർ 2-3 വട്ടം കൂട് വെച്ചിട്ടും അതൊന്നും അവർ വിരിയിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ പോണ്ടുള്ളത്. കിളികൾക്കൊക്കെ വന്ന് വെള്ളം കുടിക്കാനായാലും എല്ലാത്തിനും നല്ലതായിരുന്നു. പക്ഷേ മാവിലൊക്കെ കൂട് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ അവരുടെ കണ്ണിൽപ്പെടുകയും മുട്ടയൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും മറ്റ് കിളികൾ. പിന്നെ ഗ്രീൻ നെറ്റിനകത്ത് ബുൾബുൾ വന്ന് കൂട് വെക്കാറുണ്ട്. അതിൽ കൂട് വെച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വിരിഞ്ഞു പോകാറുണ്ട്. മറ്റ് കിളികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഗ്രീൻ നെറ്റിൻ്റെ അടുത്തോട്ട് വരത്തില്ല കേട്ടോ. അതിനെന്തോ പേടി കൊണ്ടായിരിക്കും ഇതിനകത്തോട്ട് കയറാറില്ല. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് മുട്ടയൊക്കെ വിരിഞ്ഞ് തൂവലൊക്കെ ആയതിന് ശേഷം പോകാറായപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഇവിടെ ഒരു കൂടുണ്ടെന്ന് തന്നെ. പെട്ടെന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു കൂടുണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇതിലാണ് അവർ കൂട് വെച്ചിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ വന്ന് അവരിങ്ങനെ കൂട് നോക്കാനായിട്ട് വരികയൊക്കെ ചെയ്യും. നിങ്ങളുടെ ഗാർഡനിലും ഇതുപോലെ കുഞ്ഞു കുരുവികളൊക്കെ വന്ന് കൂട് വെക്കാറുണ്ടോ? നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണല്ലേ. എനിക്കും അതുപോലെ തന്നെയാണ്. ഈ കൂടിനകത്ത് കുഞ്ഞൊക്കെ ആയതിനു ശേഷം ഞാനെടുത്തൊരു ഫോട്ടോയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് കാണിക്കുന്നത്. അത് നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും അതിലൊരു കുഞ്ഞു കുരുവിയുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച ആ കുരുവി കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഞാൻ തറയിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തതാണ്. നേരത്തെ ഞാനിതിൻ്റെ മുകളിൽ ഏണി വെച്ച് കയറിയ സമയത്ത് എടുത്ത വീഡിയോ ആയിരുന്നു അത്. ഇത് ഞാനിപ്പം കൈകൊണ്ട് ഇങ്ങനെ പൊക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല കുഞ്ഞുങ്ങൾക്കെല്ലാം പൂടയൊക്കെ നല്ല ബ്ലാക്ക് കളറിൽ നല്ല രീതിയിൽ പൂടയൊക്കെ വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞിൻ്റെ തല മേലോട്ട് പൊങ്ങിയിരിപ്പുണ്ട്. വിശന്നിട്ടായിരിക്കും. ഞാനവിടെ നിന്നപ്പം തന്നെ എൻ്റെ അമ്മ വന്നായിരുന്നു. പെട്ടെന്ന് ഞാനവിടെ നിന്ന് മാറിയപ്പോഴേ അവർ വന്ന് തീറ്റ കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഗാർഡനിലെ അതിഥികളായി എത്തിയ കുഞ്ഞു കുരുവികളുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.